ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് കിർഗിസ്ഥാനിലെത്തി. എൻ്റെ പുറകിൽ ഹേ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ആരാന്നറിയോ? ആരാ? കുളിക്കാതെ കണ്ട് രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ആ ദിവസം വൻ ബോറാ. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ ലച്ച പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ ടിക്ക മസാലയും 3 രാജ്യങ്ങൾ ഒരുമിച്ചുള്ള ബോർഡർ ക്രോസിംഗ് ഒറ്റ ദിവസം. നമസ്കാരം. ഫ്രം ചു എന്ന് പറയുന്ന കസാക്കിസ്ഥാനിലെ ഒരു ടൗണിലാണുള്ളത്. അസ്താനയിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് ഇവിടെ വന്നിറങ്ങി. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ KLT-UK യാത്രയുടെ 11ാമത്തെ രാജ്യമായ കിർഗിസ്ഥാനിലേക്ക് കയറുകയാണ്. അതേപോലെ തന്നെ എൻ്റെ 46ാമത്തെ രാജ്യം കൂടിയാണ് നമ്മുടെ ഈ ഒരു കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കിർഗിസ്ഥാനിലേക്ക് എങ്ങനെയാണ് കയറുന്നത്, കിർഗിസ്ഥാൻ ബോർഡർ ക്രോസിംഗ് എന്നൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ. അപ്പോൾ KLT-UK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇവിടെ നിന്ന് നമ്മൾ കിർഗിസ്ഥാൻ ബോർഡർ ടൗൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ടാക്സി എടുത്ത് പോകാനുള്ള പ്ലാനാണ്. ടാക്സി എൻ്റെ ഫ്രണ്ട് സീറ്റ് തരാൻ വേണ്ടി ഞാൻ ചോദിച്ചായിരുന്നു അവരോട്. ഒരാൾ ഓക്കെ 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 യെസ്. അപ്പോൾ നമുക്ക് ബാഗ് വയ്ക്കാം. ഇത് എത്ര രൂപ അവർ പറഞ്ഞേ? 3000 ടങ്ങയാണെന്ന് തോന്നുന്നു. ഷെയർഡ് ടാക്സിക്ക്, ഷെയർഡ് സ്പ്രിൻറ്റർ. യെസ്, വീഡിയോക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അടിപൊളി. അപ്പോൾ നമ്മൾ ബോർഡർ ടൗൺ ആയിട്ടുള്ളൊരു 100 കിലോമീറ്റർ യാത്രയുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ പരിപാടി നോക്കണം. ഇതാണ് നമ്മുടെ ചു റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ് എല്ലാവരും. സജാദ് റെഡി? സജാദിൻ്റെ വിസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ ബോർഡറിൽ പോയി നോക്കണം എന്തെങ്കിലും പരിപാടി നടക്കുമെന്നുള്ളത്. എന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞാൻ ട്രെയിനിൽ നിന്ന് പല്ല് വെച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഇറങ്ങിയുണ്ട്. പിന്നെ സമാധാനമുണ്ട്. അപ്പോൾ വണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും. ഇതാണ് പരിപാടി. കൊർദൈ എന്നാണ് നമ്മുടെ ആ ബോർഡർ ക്രോസിംഗ് ടൗണിൻ്റെ പേര്. കൊർദയിലേക്ക് ഇവിടെ 114 കിലോമീറ്റർ 2.5 മണിക്കൂറോ അത്രയുണ്ടല്ലേ. നമ്മൾ അസ്താനയിൽ നിന്ന് ഒരു ഓവർനൈറ്റ് ട്രെയിൻ എടുത്തിട്ടാണ് ഈ ചു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തിയത്. ആ ചു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചു റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ കുറേ വണ്ടികളും പിന്നെ പുതിയ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ടൈപ്പ് വണ്ടികളും കാണാൻ സാധിക്കും. കമ്പാരിറ്റീവ്ലി അസ്താന വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറവാണ്. ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് ബിഷ്കെക്ക് എന്ന് പറഞ്ഞ കിർഗിസ്ഥാൻ്റെ തലസ്ഥാന നഗരത്തിലേക്കാണ് ഇന്ന് പോകേണ്ടത്. അതാണ് നമ്മുടെ എയിം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കട്ടെ. കിർഗിസ്ഥാൻ കുറച്ച് വിസ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വിസ പ്രോസസ്സൊക്കെ ഞാൻ അവിടെ ബോർഡറിലെത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ടെമ്പോ ട്രാവലറല്ലേ, അതേപോലെ തന്നെ ഇത് മെഴ്സിഡസ് ബെൻസിൻ്റെ സ്പ്രിൻറ്ററാണ്. ഈ ഭാഗങ്ങളിലെല്ലാം കോമൺ ആയിട്ട് കാണുന്നൊരു വണ്ടിയാണ്. ഇതൊക്കെ മിക്കവാറും എവിടെയെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തുനിന്ന് ഓടിത്തളർന്ന് ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ച് ഇങ്ങോട്ട് ഇറക്കിയ വണ്ടിയായിരിക്കാനാണ് സാധ്യത. ചേട്ടൻ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരുന്നുണ്ടോ? എനിക്ക് താങ്ക് യു. അപ്പോൾ നമ്മുടെ കൊർദയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഞാനും വേറെ ചേട്ടനും ഡ്രൈവറും ഉണ്ട്. സജാദ് അവിടെ പറഞ്ഞിരിപ്പുണ്ട്. നിറച്ച് ഫുള്ളായി വണ്ടി. ഈ അസ്താന, അൽമാട്ടി പോലെയുള്ള നഗരങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കിയുള്ള നഗരങ്ങളൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലൊരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പലതും. പിന്നെ വിൻ്റർ ആവുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. പഴയ വണ്ടികളും പഴയ കാര്യങ്ങളും ശരിക്കും പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര വീക്കാണ്. ബസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്, സിറ്റി ടു സിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു മെയിൻ സിറ്റികൾ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വീക്കാണ്. പറ്റ മോശ റോഡാട്ടോ. കുഴിയും കുണ്ടും കുഴിയും ചാടി പോകുന്ന റോഡുകളൊക്കെയാണ്. കണ്ടില്ലേ? എന്നൊക്കെ കസാക്കിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മോശം വഴികളൊക്കെ കാണുന്നത്. ചില ഭാഗങ്ങൾ, വിജനമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അധികം വണ്ടി സഞ്ചാരങ്ങളില്ലാത്ത റോഡുകളൊക്കെ ഇതുപോലെയാണ്. ഇതെന്ത് വഴിയാ? ഒരു പാലമാണെന്ന് എനിക്ക് ഇതുണ്ടോ? ഒരു പാലം ഇടുങ്ങിയ പാലം. ഇത് ഒരു ചെറിയൊരു തോടാണോ നദിയാണോ എന്താണോ? ഇവിടൊക്കെ ഇപ്പോഴും പച്ചപ്പുണ്ട് കേട്ടോ. വാവ്, അടിപൊളി. ഒരു രാജ്യത്ത് ഒരേ സമയം നോക്കി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തണുപ്പും ബാക്കിയുള്ള കാലാവസ്ഥയൊക്കെ മാറി മാറി നിൽക്കുന്ന കേട്ടോ. സ്കൂളൊക്കെ കണ്ടില്ലേ? ഒരു കിൻഡർ ഗാർഡനോ അല്ലെങ്കിൽ ഏതൊരു നഴ്സറി സ്കൂളാണെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പുറത്ത് കാണാം. എന്തോ ഒരു ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മറ്റേ ജിമ്മും പൂളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ. എനിക്കൊന്ന് കുറേ നാളായിട്ട് ഇവിടെ റോഡൊന്നും പണിതിട്ട് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ അത്ര മോശമായിട്ട് കിടക്കുന്നത്.
വെറുതെ അല്ല 100-130 കിലോമീറ്ററിന് 2-3 മണിക്കൂർ എടുക്കുമെന്ന് കാണിച്ചത്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് ഇവർ 3000 ടെങ്കയാണ് ഒരാളുടെ നിന്ന് വാങ്ങിച്ചത്. പറയുമ്പോൾ ഏകദേശം നമ്മുടെ 500 രൂപ വരും 110 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട്. ഇത്രയും ഷെയർഡാണ്. ചാടിയാണ് സുഹൃത്തുക്കളെ പോകുന്നത്. ഇത്രയും മോശം റോഡ് ഈ ഒരു അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല നമുക്കല്ലേ. അപ്പുറത്ത് ഒരു റോഡുണ്ട്, അത് ഇതിലും പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ടുള്ള വേറൊരു റോഡ്, എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് പണിയാനുള്ള എന്തോ പ്ലാനാണെന്ന് തോന്നുന്നു. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനും വണ്ടി വരുന്നു, എല്ലാവരും ഈ സൈഡ് പിടിച്ചാൽ പോകുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള വഴി കൂടെ എങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും? വണ്ടി 30 എന്നും പറഞ്ഞുകൊണ്ട് ഉരുട്ടിയാണ് പോകുന്നത്. ദൈവമേ, ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? എൻ്റെ ദൈവമേ, വഴിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇത് എന്ത് വഴിയാണ് ഇത്? അടിപൊളി പോലെ കൊണ്ടുപോകുന്നുണ്ടോ? ഓഫ് റോഡ് ചെയ്യോ? ദൈവം ഇതിൻ്റെ അടി ഇടിക്കൂലേ? ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ കൊണ്ടുപോകുന്നത് നോക്കിയുള്ളി. അടിപൊളി. ഏതോ ഗ്രാമത്തിലേക്ക് എങ്ങാണ്ട് കയറാൻ വേണ്ടി പോകാൻ തോന്നുന്നു, ആരെയോ ഇറക്കാൻ വേണ്ടി. അയ്യോ, ഇത് പൊളിച്ചേട്ടോ. കൊണ്ടുപോകുന്ന വഴി കണ്ടു. ഇത് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്ന റോഡിൽ നിന്ന് ഇവിടെ ഏതോ വില്ലേജിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. ഞാൻ വണ്ടി വരുന്നുണ്ടോ അതേപോലെ നമ്മളും വന്നത്. അങ്ങനെ നമ്മൾ ഏതോ ഒരു വില്ലേജിലേക്ക് എത്തി. മേ ബി ഇവിടെ ആരെങ്കിലും ഇറക്കാനോ കയറ്റാനോ വല്ലതും ഉണ്ടാവും. ഇത് വീണ്ടും കൊണ്ടുവന്നു. ഇയാളെന്തോ ഷോർട്ട് കട്ട് എടുക്കുമോ, എന്തോ പരിപാടിയാണ് കേട്ടോ. ഒരു ചെറിയ വില്ലേജ് ആയിരുന്നു, അവിടെ ആരെയും ഇറക്കാനൊന്നും അല്ല. ഇയാൾ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഷോർട്ട് കട്ടൊക്കെ ഏതൊക്കെയോ വടി കൂടെ എടുത്ത് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി. എൻ്റെ പൊന്നോ. ഇവിടെ മെയിൻ ഹൈവേയുടെ പണി നടക്കുകയാണ് കേട്ടോ. പണി ഭയങ്കര മന്ദമാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ബുദ്ധിമുട്ട്. നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത റിവർ ഉണ്ടല്ലോ, ചൂ റിവർ, അത് തന്നെയാണിത്. ചൂ റിവർ എന്നാണ് അതിൻ്റെ പേര്. ഷൂ റിവർ അല്ലെ ചൂ റിവർ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബോർഡറിലേക്ക് എത്തും. ബോർഡർ എന്ന് പറയുമ്പം ഈ നദിയാണ് ബോർഡറായിട്ട് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കിർഗിസ്ഥാൻ ബോർഡറിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കാടെന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് കിർഗിസ്ഥാനാണ്. ഈ കാണുന്നത് അപ്പുറത്തൊക്കെ കിർഗിസ്ഥാനാണ്. പക്ഷേ ഇവിടെ ഒന്നും ബോർഡർ ക്രോസിംഗ് ഇല്ല. ബോർഡർ ഫെൻസിങ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒന്നും കാണുന്നില്ല. ബോർഡർ ഫെൻസിങ് ഒന്നും കാണുന്നില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കിനും നമ്മൾ കിർഗിസ്ഥാൻ്റെ ആ ഒരു ബോർഡറിനോട് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങി കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കൊർദായ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊർദായ് ഇന്നും അടുത്തിട്ടാണ് 2-2.5 മണിക്കൂർ. ഒന്നും ചെയ്യാനില്ലായിരുന്നു, ഭ്രാന്ത് പിടിച്ചു. ഡോക്ടർ വ്ളോഗർ. എങ്ങനെ ഉണ്ടായിരുന്നു സജാദ യാത്ര? ടൂറിസ്റ്റ്. Иссык-Куль എന്ന് പറഞ്ഞാൽ എന്താ? Иссык-Куль, yes. Астана был? Astana പോയി. Астана понравилось? Yes. We are coming from Astana. അപ്പോൾ ബോർഡർ എത്തി. വിസ കിട്ടിയോ എന്ന് നമുക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് അവിടെ പോയി ചോദിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, അവിടെ പോയിട്ട് അവിടെ കയറ്റിയില്ല, വിസ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ? കസാക്ക് വിസ വേണ്ടല്ലോ. നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ഇല്ല, ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ ബാഗ് കിട്ടി. അങ്ങനെ നമ്മൾ കിർഗിസ്ഥാൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ -10-15 +10 വന്നിരിക്കുകയാണ്. ഒരു ഓവർനൈറ്റ് യാത്ര ഉണ്ട്. ശരീരത്തിന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ആവോ? ഇവിടെ ഉണ്ടല്ലേ ബോർഡർ ക്രോസ് ചെയ്യാൻ ലഗേജും കൊണ്ട് പോകുന്ന ആൾക്കാർ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ബോർഡർ ക്രോസ് ചെയ്ത് കിർഗിസ്ഥാനിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ സജാദിന് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കിർഗിസ്ഥാൻ കയറുക. കിർഗിസ്ഥാൻ ചെറിയൊരു രാജ്യമാണ്, മൊത്തം മൗണ്ടൻസ് ആണ്. പഹാഡോം കാ രാജ്യം. അതുമാത്രമല്ല സെൻട്രൽ ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പല പല പേരുകളുള്ള ഒരു രാജ്യം. നല്ല മണം വരുന്നല്ലോ ഇവിടുന്ന്. ഇതെന്തത്? കഫേ ആണോ അതോ റെസ്റ്റോറൻ്റ് ആണോ? നല്ല മണം വരുന്നു, നോക്കിയാലോ. അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞ് ബോർഡർ ക്രോസ് ചെയ്യാം, അല്ലാതെ ആരോഗ്യം ഹി ഹേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ചുയി റിവർ
അപ്പോൾ ഈ കാണുന്നതാണ് ചുയി റിവറോ അല്ല ഇത് അതിൻ്റെ ഭാഗം എന്തോ ആണ്. അപ്പോൾ ആ ചുയി റിവർ കടന്ന് വേണം നമുക്ക് കിർഗിസ്ഥാനിലേക്ക് പോകാനായിട്ട്. ഇവരൊക്കെ കണ്ടില്ലേ വണ്ടിയൊക്കെ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. വലിയ തിരക്കില്ല, പക്ഷേ എന്നാലും ഒക്കെ തിരക്കാണ്. ഇത് 24 hours ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ബോർഡർ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ ആകെ മന്തിപ്പാണല്ലോ സജാതെ. ഒന്നാമത് ഫ്രഷ് ആയിട്ടില്ല. ഓവർനൈറ്റ് യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അത് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അതിന് ആരോഗ്യമില്ല. അതാണ് ആരോഗ്യം. രാവിലെ അല്ല, ഉച്ചയായി, 12 മണിയായി. ഇത് അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ മുന്നേ അല്ലേ? ആ കിർഗിസ്ഥാൻ കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. എന്തായാലും ബാ കയറി ഫുഡ് കഴിക്കാം. താങ്ക് യു. ഇത് കൊള്ളാമല്ലോ, വലിയ റെസ്റ്റോറൻ്റ് ആണല്ലോ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഇത് പ്രശ്നം എന്താ പറയുക, ഗൂഗിൾ മാപ്പ് എടുത്ത് കിർഗിസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ വട്ട് പിടിക്കും. കിർഗിസ്ഥാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ ബിഷ്കെക്ക് പോയിട്ട് തിരിച്ച് വരണോ അതോ ബിഷ്കെക്കിൽ നിന്ന് ഫർദർ അങ്ങോട്ട് വേറെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്തായാലും ബിഷ്കെക്കിൽ നിന്ന് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ പോകണമെന്നുണ്ടെങ്കിൽ കസാക്കിസ്ഥാൻ വഴിയാണ് പോകുന്നത്. അതെ, അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ബിഷ്കെക്കിൽ നിന്ന് കിർഗിസ്ഥാൻ വഴി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 15-16 മണിക്കൂർ എടുക്കും. കസാക്ക് വഴിയാണ് 6 മണിക്കൂർ മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് പിന്നീട് രാജ്യങ്ങൾ വിഭജിച്ചപ്പോൾ വന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജാദും കൂടി ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പെട്ടു 100%. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല. ഇനിയിപ്പോൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കണം. ഞാനൊരു ഡോൺ കബാബ് പറഞ്ഞു, സജാദ് ഒരു പിലാവ് പറഞ്ഞു, പിന്നെ നമ്മളൊരു തഷ്കൻ ടീയും. യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഭക്ഷണം കഴിച്ച് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകാം. കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ്. അതായത് ഞാൻ കസാക്കിസ്ഥാനിൽ തിരിച്ച് വന്നിട്ട് അൽമാട്ടിയിൽ നിന്ന് അസ്ഥാനയ്ക്ക് ഹിച്ചേക്ക് ചെയ്ത് പോയത് കുറേ ആളുകൾ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും അത് ആൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ബിസിനസ് ക്ലാസ്സിലും ഫ്ലൈറ്റിലും അല്ലാതെ ഇല്ലാതെ ട്രെയിനിലും ഒക്കെ സുഖിച്ച് യാത്ര ചെയ്താൽ പറയും നീ ഭയങ്കര സുഖിമാനാണ്, സുഖിച്ച് യാത്ര ചെയ്യുന്നതെന്ന് പറയും. എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾ KL2K യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുള്ള യാത്രകൾ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കസാക്കിസ്ഥാനിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമാണല്ലോ ഫൈനലി, നമ്മുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുകയല്ലല്ലോ. എന്തായാലും ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. സജാദിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ടിലിങ്ങനെ നിൽക്കുകയാണ്. സജാദിന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് പോയി നോക്കട്ടെ, ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഈ വണ്ടികൾ ബാച്ച് ആയിട്ടാട്ടോ കടത്തി വിടുന്നേ. ശ്രദ്ധിച്ചായിരുന്നോ? ഗേറ്റ് തുറന്ന് ബാച്ച് ആയിട്ട് കടത്തി വിട്ട് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലുള്ള ഒരു ലാൻഡ് ബോർഡർ ടൗൺ ആണിത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെക്ക് പോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതാണ് നമ്മുടെ കസാക്കിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മൾ നടന്ന് ക്രോസ് ചെയ്യണം അങ്ങോട്ട്. ഇത് ഹോട്ടലാണിത്. അപ്പോൾ റൂം കിട്ടിയില്ലെങ്കിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ച് റൂം എടുക്കും. അതാണ് പരിപാടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ബിഷ്കെക്ക് പോയിട്ട് നാളെ തിരിച്ച് വരുമോ അങ്ങനെ എന്തെങ്കിലും നോക്കും. ഇവിടെ കറൻസി എക്സ്ചേഞ്ചും പരിപാടികളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള ബോർഡർ ക്രോസിങ് ഏരിയ എന്ന് പറയുന്നത്. വലിയ തിരക്കൊന്നുമില്ല, ഉച്ചയായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ബോർഡർ ക്രോസ് ചെയ്താൽ 1 മണിക്കൂർ മുന്നിലായി. അതായത് 12 മണി കസാക്കിസ്ഥാൻ ആണെങ്കിൽ 1 മണി കിർഗിസ്ഥാൻ. അങ്ങനെ വിസ ഇല്ലാതെ കസാക്കിസ്ഥാനിൽ നിന്നും എക്സിറ്റ് അടിച്ച് കിർഗിസ്ഥാനിലേക്ക് പോവുകയാണ് സജാദ്. എനിക്ക് വിസ ഉണ്ട്. എക്സിറ്റ് അടിക്കാൻ നേരം മെസ്സേജിലൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇത് നമ്മുടെ നോമാൻസ് ലാൻഡ് ഇൻ ബിറ്റ്വീൻ കസാക്ക് ആൻഡ് കിർഗിസ്ഥാൻ. ഇതാണ് നമ്മുടെ നദി. ഇതേ അതിർത്തി, 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള അതിർത്തിയായിട്ടുള്ള ചു റിവറാണ് ഈ കാണുന്നത്. ചെറിയ കുഞ്ഞു നദി. ഈ നദീ തീരത്തുകൂടിയാണ് നമ്മൾ ആ ഒരു ചു എന്ന് പറഞ്ഞ ആ ഒരു ടൗണിൽ നിന്ന് ഇവിടെ വരെ വന്നത്. അങ്ങനെ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് കിർഗിസ്ഥാനിലെത്തി. ഗുഡ് ന്യൂസ് ഈസ് എൻ്റെ 46ാമത്തെ രാജ്യം, ഈ യാത്രയിൽ നമ്മുടെ 11ാമത്തെ രാജ്യം. ബാഡ് ന്യൂസ് ഈസ് സജാദിന് എൻട്രി ഡിനേ ചെയ്തു. കാരണം അറിയാം, ആസ് യൂഷ്വൽ വിസ ഇല്ലായിരുന്നു. സജാദ് വിസ അപ്ലൈ ചെയ്തതാണ്, വിസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്രൂവ് ആയില്ല. അവരിങ്ങനെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ ചോദിച്ച് വെച്ചു. സജാദ് അതൊക്കെ കൊടുത്തു, എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തു. പക്ഷേ അവൻ്റെ വിസ അപ്രൂവ് ആയി കിട്ടിയില്ല. 5 ദിവസം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഒരാഴ്ച മുന്നേ അപ്ലൈ ചെയ്താൽ, ഞങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ നേരത്തെ കിട്ടി, അവൻ്റെ കിട്ടിയില്ല. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ അകത്ത് കയറി വന്ന് ഇമിഗ്രേഷനിൽ സജാദ് ഫ്രണ്ടിൽ പോയി. അവിടെ നിന്ന് എന്തെങ്കിലും വിസ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി, നടന്നില്ല. അപ്പോൾ അവരൊരു എൻട്രി ഡിനൈഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു പേപ്പർ കൊടുത്തു. പാസ്പോർട്ടിലൊന്നും സ്റ്റാമ്പ് ചെയ്തില്ല. എൻട്രി ഡിനൈഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ കൊടുത്തു. ആ പേപ്പർ കാണിച്ചാൽ മതി, തിരിച്ച് കസാക്കിസ്ഥാനിൽ പോകുമ്പോൾ അവർ കയറ്റിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പേപ്പറും കൊണ്ട് സജാദ് അവിടെ നിന്നും വിട പറഞ്ഞ് തിരിച്ചുപോയി.
നമ്മൾ അവിടെ പറഞ്ഞ ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുമായിരിക്കും. എന്നെ കടത്തി വിട്ടു, എനിക്ക് വിസ ഉണ്ടായിരുന്നു. അപ്പോൾ കിർഗിസ്ഥാൻ വിസ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിർഗിസ്ഥാൻ ആക്ച്വലി ഇപ്പോഴാണ് ടൂറിസത്തിനൊക്കെ ഒന്ന് ഓപ്പണായി വന്നത്. ഇപ്പോൾ ഈയിടെ ആയിട്ട് ഓപ്പണായി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ വിസ എന്ന് പറയുന്നത് ഈ വിസയാണ്. നമുക്ക് ഇന്ത്യൻസിന് ഓൺ അറൈവൽ കിട്ടില്ല. ഈ വിസയാണ്. $50 ഫീസ് അടച്ചിട്ട് ഈ വിസ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊരു 3-4 ദിവസത്തിനുള്ളിൽ കിട്ടണം. ചിലപ്പോൾ അവർ ഇവിടുത്തെ ഉള്ള ട്രാവൽ ഏജൻസിയിൽ നിന്നുള്ള ഇൻവിറ്റേഷനൊക്കെ ചോദിക്കും. എൻ്റെ കേസിൽ എനിക്ക് എമിറേറ്റ്സ് ഐഡി ഉള്ളതുകൊണ്ട്, ഞാൻ ദുബായ് റെസിഡൻ്റ് ആയതുകൊണ്ട് എനിക്കതൊന്നും ചോദിച്ചില്ല. അതാണ് എനിക്ക് ഈസി ആയിട്ട് വിസ കിട്ടിയത്. പക്ഷേ ദുബായ് റെസിഡൻ്റ് ഉള്ളവർക്ക് ഇവിടെ ഓൺ അറൈവൽ കിട്ടത്തുമില്ല. വിസ എടുത്ത് ഈ വിസ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ കേസ്. ഇതധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഉള്ള രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, നമുക്ക് പോയി നോക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് വിസ. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ എനിക്ക് ഡബിൾ എൻട്രി വിസ ഉണ്ട്. കാരണം നമുക്ക് ആ രാജ്യത്ത് 2 തവണ കയറിയാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. കസാഖിസ്ഥാൻ നമുക്ക് വിസ വേണ്ട. പിന്നെ തജിക്കിസ്ഥാൻ വിസ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളവിടെ പോകും. തജിക്കിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അഫ്ഗാനിസ്ഥാൻ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. മറ്റേ പാമീർ ഹൈവേ ഉണ്ട്, ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതിന് വേറെ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് തുർക്ക്മെനിസ്ഥാനാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിസ കിട്ടാനേ പാടാം. നമ്മൾ ടിബറ്റൊക്കെ പോയ പോലെ അവിടെ ഗൈഡൊക്കെ വേണം. ഗൈഡൊക്കെ ഉണ്ടെങ്കിലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ പെട്ടെന്ന് സജാദ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായ പോലെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കേരള രസം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഈ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ സ്കാമിൻ്റെ ആൾക്കാർ നമ്മളെ ഒരു പരിധി വരെ മുട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായി. കാരണം എൻ്റെ കയ്യിൽ ക്യാമറ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പം വ്ളോഗറാണെന്ന് കയറി വന്നപ്പോൾ തന്നെ 1-2 ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ പോയ ആൾക്കാരോട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബിഷ്കെക്കിലേക്കാണ് 10-25-30 കിലോമീറ്റർ ഉണ്ട്. ബിഷ്കെക്ക് എന്ന് പറയുന്നത് ഇവരുടെ തലസ്ഥാന നഗരമാണ്, പക്ഷേ കസാഖിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന ഒരു നഗരമാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഞാൻ നടപ്പിൽ നിൽക്കും, എന്നിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. ആകെപ്പാടെ ഒരു മൂടിപ്പറച്ച കാലാവസ്ഥയാണ്, ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ. മൊത്തത്തിൽ ചടച്ചിരിക്കുന്നു. വെയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട സൂര്യൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും എനിക്കിനി പൈസ കുറച്ച് വേണം. ഇതിൽ പൈസ ഒന്നുമില്ല, കുറച്ച് പൈസ വേണം. പിന്നെ ഇതിലൂടെ സിമ്മൊക്കെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സിമ്മിൻ്റെ ആൾക്കാരൊക്കെ. അൺലിമിറ്റഡ് സിമ്മൊക്കെ ഉണ്ടെന്ന്. $87, പിന്നെ ടെങ്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. $85, യൂറോ 88. നോക്കട്ടെ, ഇതാണ് കറൻസി. ഇത് 20 സോം എന്നാണ് ഇവിടുത്തെ കറൻസിക്ക് പറയുന്നത്. 20 സോം എന്ന് പറഞ്ഞാൽ നമ്മുടെ 20 രൂപ തന്നെയാണ്. പിന്നെ 500 സോം എന്ന് പറഞ്ഞാൽ 500 രൂപ. പിന്നെ ഇത് 1000 സോം എന്ന് പറഞ്ഞാൽ 1000 രൂപ. അപ്പോൾ ഞാനൊരു 40 യൂറോ എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു 3,800 രൂപ റേഞ്ച് കിട്ടി. ഈ ബിഷ്കെക്കിലേക്ക് പോകാനായിട്ട് ബസ്സുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബസ്സുകൾ കിടപ്പുണ്ട്, പിന്നെ ടാക്സിയൊക്കെ കിട്ടും. ചെറിയ ദൂരമേ ഉള്ളൂ, നമുക്ക് പറ്റുവാണെങ്കിൽ ബസ് കയറി പോകാം. അങ്ങനെ പരിപാടി നോക്കട്ടെ. ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അൽമാട്ടിയിൽ നിന്ന് ബിഷ്കെക്കിലേക്ക് ബസ്സുകൾ അവൈലബിൾ ആണ്. ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ബസ്സിലൊക്കെ കയറി പോകാം. ഇതിവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34 നമ്പർ ബസ്സാണ് ബിഷ്കെക്ക്. നോക്കട്ടെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ആൾക്കാർ കയറിയിരിപ്പുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നും വശമില്ലാത്തതുകൊണ്ട് വെറുതെ കയറിയിരുന്നങ്ങ് പോവാം, അതല്ലേ നല്ലത്. ലെറ്റ്സ് സീ. അലാത്തു സ്ക്വയർ ഇവിടെ പോവും. അലാത്തു സ്ക്വയർ. Alato? Alato. Alato площадь едем. Okay. Sit. How much? Ticket. അങ്ങനെ ഇവിടെ നിന്ന് 25 രൂപ കൊടുത്ത് ഞാൻ ബിഷ്കെക്കിലേക്ക് പോവാണ്. ബസ്സിൽ കയറിയിരുന്നു, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. പൈസ മാറിയതുകൊണ്ട് നന്നായി. ചില്ലറയില്ലായിരുന്നു, 500 രൂപ കൊടുത്ത് ബാക്കി പുള്ളിയായിരുന്നു. അലാത്തു സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സിറ്റി സെൻറ്റർ. അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടെയാണ് ഞാനൊരു ഹോട്ടൽ താൽക്കാലികമായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബസ് കിട്ടും. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട് അലാത്തു സ്ക്വയറിലേക്ക്. 21 കിലോമീറ്റർ. 21 കിലോമീറ്ററിനാണ് 25 രൂപ. ബസ് പെട്ടെന്ന് എത്തി കിട്ടുമോ? ഞാൻ ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇത് എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ മാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് അവിടെ എവിടെയെല്ലാം ഇറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ അടുത്തെത്തുമ്പോൾ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും പോകാം. പിന്നെ പുറത്തൊക്കെ കാണാൻ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ കസാഖിസ്ഥാനിലൊക്കെ കണ്ട പോലൊക്കെ തന്നെ ഉള്ളൂ. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഞാനിവിടെ ഇറങ്ങാം. അങ്ങനെ ഞാൻ ഇവിടെ ബസ് വന്ന ഒരു സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എവിടെയാണെന്ന്. ഈ ബസ്സിലാണ് ഞാൻ വന്ന 34 നമ്പർ ബസ്.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച സ്ഥലമല്ലേ? ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. വികസനമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, പോരാ. എല്ലാം പഴയ വണ്ടികൾ. നമ്മുടെ ട്രാവലർ അല്ലേ? അല്ലല്ലേ, ഇത് മറ്റേ സ്പ്രിൻറ്റർ പോലത്തെ വണ്ടിയാണ്. ഇത് നമ്മുടെ ഫോഴ്സിൻ്റെ വണ്ടിയാണല്ലോ. അറിയില്ല എന്താ സംഭവം, ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ ഒരു തുണിക്കടയാണ് ഈ കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആകെ മന്തിപ്പാണ് ഇന്ന് ഫുള്ള് മന്തിപ്പാണ്. ഇന്ന് രാവിലെ മുതൽ ഒരു സുഖമില്ലാത്ത കാലാവസ്ഥയും അതും ഇതൊക്കെയാണ്. ഒരു വൈബ് കിട്ടുന്നില്ല ഇന്ന് ഫുള്ള് മൂടി. കാലാവസ്ഥ ശരിയല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ഇത് പോകുമല്ലോ, മനസ്സിലായല്ലേ? പിന്നെ കമ്പാരിറ്റീവ്ലി അസ്ഥാന വെച്ച് നോക്കുമ്പോഴത്തേക്കിനും തണുപ്പില്ല. അതാണ് ആകെയുള്ളൊരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എങ്ങനെയും വണ്ടിയോ എല്ലാം വിളിച്ച് പോകാം. എന്നിട്ട് ഹോട്ടലിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇന്നലെ അസ്ഥാനം ഇറങ്ങിയതാണ്, ഇതുവരെ കുളി നനയൊന്നും ചെയ്തിട്ടില്ല. മണി ഇപ്പം 3 മണിയായി ഇവിടുത്തെ സമയം. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നേരെ വിരട്ടും. അതാണ് ആകത്തെ പ്രശ്നം. ഭാഗ്യത്തിന് ഇവിടെ യാൻഡെക്സ് ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 139 രൂപ നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു ടാക്സി കിട്ടി. അങ്ങനെ എൻ്റെ വണ്ടി വന്നു. ഓ പപ്പടം വണ്ടി, അടിപൊളി. How are you? Good. How are you? I'm good. Good. Русский знаешь? Super. Чуть-чуть? Русский, Russian. Russian? Speak? No. Нет. Smell, no? Little. English. English. Smell. Yeah, English. School lessons. Yeah. Where are you from? I'm from India. India. Oh. Student? No, tourist. Tourist? Yeah. The work? No, tourist. Oh, good. Oh, you have a lot of Indian students here. Today? Here? Indian you student? Today? Kyrgyzstan? Yes, Kyrgyzstan, yes. Kurdi. Very good. I'm coming from Kurdi. ഈ ഭാഗത്തെല്ലാം ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ, ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളി എന്നോട് സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിച്ചത്. എന്നെ കണ്ട സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമോ? ചേട്ടൻ അവർ തോന്നിയിരിക്കും. എന്തായാലും നമുക്കൊരു സന്തോഷം. എനിക്കൊന്ന് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കാര്യമായിട്ടധികം ടൂറിസ്റ്റുകൾ വരാത്തൊരു സ്ഥലമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു വൈബാണ് മൊത്തത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന കെട്ടിടങ്ങളും അങ്ങനെ ഒരു ഭംഗി, ഒരു മെന ഫീൽ ചെയ്യുന്നില്ല ഓരോ സ്ഥലത്തും. ഇവിടെ അടിപൊളി ഒരു മോസ്ക് കാണാം കേട്ടോ. കൊള്ളാം. പറ്റുമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. സൂപ്പറാണല്ലോ, നല്ലൊരു മോസ്ക്. ഇവിടെ കുറേ ലിമോസിൻ വണ്ടികൾ കിടക്കുന്നു, കുറേ വണ്ടികൾ കിടക്കുന്നു. പൊളിച്ച്. ഇവിടെ അങ്ങനത്തെ കൾച്ചറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കല്യാണം നടക്കുന്നതൊക്കെ അതിനകത്ത് വെച്ചാന്ന് തോന്നുന്നു. ഹോട്ടൽ. ഓക്കെ, സ്പസിബ. ഓക്കെ, come on back. Thank you. Have a nice day. ഇതാണ് ഏതോ ഒരു സ്ട്രീറ്റാണ്, ഏത് സ്ട്രീറ്റാണെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അൽത്താവ് സ്ട്രീറ്റോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു നവാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടായിരുന്നു ഞാൻ. അവിടെയാണ് ഞാൻ booking.com വഴി റൂം ബുക്ക് ചെയ്തത്. ഇത് കോളേജാണെന്ന് തോന്നുന്നില്ല, കുറേ പിള്ളേരൊക്കെ നടക്കുന്നതാണ്. ഇത് സ്റ്റാഫ് ഓൺലി ആണല്ലോ. ഇത് ഏതിലെവിടെയാണ് കയറുന്നത്? ഹോട്ടലിൻ്റെ എൻട്രൻസ് എവിടെയാണ്? ഇതിൻ്റെ ബാക്കിൽ എനിക്ക് വന്നൊരു കോളേജാണെന്ന് തോന്നുന്നു. കുറേ പിള്ളേരൊക്കെ പോകുന്നതാണ്. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്, നവാസ് ഹോട്ടൽ. ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, 3000-3500 രൂപയായി ഒരു ദിവസത്തെ റൂമിന്. കുറേ ഹോട്ടലുകളുണ്ട്, പല റേഞ്ചിലുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതെന്താ ഇങ്ങനെ? ഇങ്ങനെയാണോ എൻ്റെ സെറ്റപ്പ്? ഹലോ, ഹൗ ആർ യു? കൊള്ളാലോ. ഇതിൽ റൂം നമ്പർ 3 എവിടെയാണ്? ഇത് 7, ഇത് 5, 6. ഇതൊരു ട്രഡീഷണൽ കിർഗിസ്ഥാൻ സ്റ്റൈൽ ഹോട്ടലാണെന്ന് തോന്നുന്നു. 3 എവിടെ? 3 ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് പറഞ്ഞത്. ഇവിടെയാണെന്ന് തോന്നുന്നു. യെസ്. ഇതെവിടെ? ഇത് 4. 3 എവിടെ? 3 കാണുന്നില്ലല്ലോ. താഴെയായിരുന്നു. ഇതൊരു ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നതിന് ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു. ഇതാണ് എൻ്റെ മുറി. ദിസ് ഈസ് മൈ റൂം ഫോർ ടു നൈറ്റ്. ഇപ്പോഴല്ലോ ഇതിനകത്തൊരു ഷാൻലിയറൊക്കെ ഉണ്ട്, AC ഒക്കെ ഉണ്ട്. ഇവിടെ ചൂട് വരുമ്പോഴത്തേക്കും നല്ല ചൂട് വരുന്ന സ്ഥലം കേട്ടോ. പിന്നെ നൈസ് റൂം അല്ലേ, കൊള്ളാം. 3500 രൂപ ഇച്ചിരി കൂടുതലാണ് ഈ ഒരു മുറിക്ക്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ അത്രയൊക്കെ ആവും. പിന്നെ ഹോസ്റ്റൽ റൂമിന് പോലും 2000 രൂപ ഉണ്ടായിരുന്നു, ഹോസ്റ്റലിലെ ബങ്ക് ബെഡിനൊക്കെ. സോ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ,
കുളിച്ചിട്ട് കുറേ നേരമായി. ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞാൻ ഇറങ്ങി. നമ്മുടെ ഇന്നിപ്പോൾ കാണാൻ സമയമില്ല, ഇപ്പം ഇരുട്ടുമാണ് പ്രശ്നം. കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മുഖത്തെ പ്രസന്നതയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇരുട്ടി തുടങ്ങി, അതാണ് ഈ പ്രശ്നം. നമുക്ക് നോക്കാം ഇവിടെ ഇൻ ആൻഡ് റൗണ്ട് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് യാത്ര തന്നെ ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് കാഴ്ചകൾ കാണുന്ന പരിപാടികൾ ഇനി കുറയ്ക്കുകയാണ്. കാരണം വിൻ്ററാണ്. വിൻ്ററിൽ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനിപ്പോൾ പകർത്തുന്ന കാഴ്ചകൾ സമ്മറിൽ കാണേണ്ട കാഴ്ചകളായിരിക്കും. അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് മാത്രമല്ല യാത്ര നീണ്ടു പോവാണ്. അപ്പോൾ നമുക്ക് ലണ്ടൻ എത്തണം. ഒരു ഫെബ്രുവരി മാർച്ചോടുകൂടിയെങ്കിലും ലണ്ടൻ എത്തണം. ഇനിയും 10-35 രാജ്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണുന്നത് ഇവിടുത്തെ ഓപ്പറ ഹൗസാണ്. ഓപ്പറ ആൻഡ് ബാലെ തിയേറ്റർ കാണുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ പല സ്ഥലത്തും ഉണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇഷ്ടംപോലെ എല്ലാ നഗരങ്ങളിലും കാണാൻ സാധിക്കും ഓപ്പറ ഹൗസുകൾ. ഒരു തൊക്കോംബേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മോണുമെൻ്റ് ഇവിടെ കാണാം. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ഇതൊരു ഫൈൻ ആർട്ട് സെൻ്റർ ആണെന്ന് ഞാൻ കണ്ടു. ഫൈൻ ആർട്ട് സെൻ്റർ ഇതിപ്പോൾ നടന്നു കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എന്ത് ബിൽഡിംഗ് ആണ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഫൈൻ ആർട്ട് സെൻ്റർ ആണെന്ന്. ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണിത്. ഇവിടെ നമ്മൾ നേരത്തെ കസാക്ക് ഉസ്ബെക്ക് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇനി തുർക്ക്മെനിസ്ഥാൻ പെൻഡിങ് ഉണ്ട്. അത് ഈ ട്രിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും അതിനായിട്ട് തന്നെ വന്നാൽ മാത്രമേ തുർക്ക്മെനിസ്ഥാനിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫൈൻ ആർട്ട് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിങ്ങുകളാണ്. പണ്ടത്തെ മറ്റേ ഒരു സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലുള്ള ധാരാളം ബിൽഡിങ്ങുകൾ നമുക്കിപ്പോഴും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതൊക്കെ പുതിയ രാജ്യങ്ങളാണ്. ഇത് എന്താ പറയുക 10-20 വർഷം പഴക്കമുള്ളൂ. 92 എന്ന് പറയുമ്പോൾ 2002, 2018 30 വർഷം. എല്ലാം ഈ പറഞ്ഞ പോലെ 92 കാലഘട്ടങ്ങളിൽ ആ ഒരു USSRൻ്റെ വീഴ്ചയോടുകൂടി സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങളാണ് ഈ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും. ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സോം എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് എല്ലാ റേറ്റും സെയിം റേറ്റാണ്. നമുക്കിവിടെ വിസ ഒരു ഇച്ചിരി ചലഞ്ചിങ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഈ വിസ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണ്. ഇതുപോലെയുള്ള കുറേ ധീര നേതാക്കന്മാരുടെ സ്റ്റാച്യൂസ് നമുക്ക് നഗരത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ നല്ലൊരു കഫേ ഉണ്ടല്ലോ. കൊള്ളാലോ, നല്ല അടിപൊളി ഒരു കഫേ. ദൈവമേ, മഴ പെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് മൊത്തം ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പാർക്കുകളും സ്ക്വയറുകളും ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടെ ഇപ്പം പ്രോപ്പർ വിൻ്റർ വരേണ്ട സമയമായി. പക്ഷേ ഇത്തവണ വിൻ്റർ ലേറ്റാണ്. അതാണ് ഇവിടെയൊക്കെ ഇപ്പോഴും മഞ്ഞ് വീഴാതെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ മഞ്ഞ് വീണ് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവിടെയും ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ, ഇന്ത്യൻ സ്റ്റുഡൻസ്. പക്ഷേ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല. മലയാളികൾ പൊതുവെ കുറവാണ്. ഹിന്ദിക്കാരാണ് കൂടുതലും ഈ ഭാഗത്ത് പഠിക്കുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നമ്മുടെ സ്റ്റഡി ലിങ്ക്സിൻ്റെ പിള്ളേരാരും ഇവിടെ ഇല്ല. സജാദിനെ വിളിച്ചു നോക്കട്ടെ, അവൻ എന്ത് ചെയ്യാനൊരു ഐഡിയ ഇല്ലല്ലോ. നമ്മളെ റൂം എടുത്തു. മോനെ സജാദേ, കുട്ട ചക്കര, നീ കിടന്ന് ഉറങ്ങുമല്ലേ? എനിക്ക് തോന്നി നീ കിടന്ന് ഉറങ്ങുവാന്ന്. എങ്ങനെയുണ്ട് ഇവിടെ? 4:45 ഇരുട്ടുന്ന്. ബിഷ്കൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ചെറിയ വൈബൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വൈബ് തപ്പി ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. എന്നാ പരിപാടി? വിസ വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. കിട്ടുമോ? ആ, പ്ലാൻ ബി എന്താ? പ്ലാൻ ബി ഓക്കെ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് തിയേറ്ററാണ് കണ്ടോ. അലാത്തു എന്ന് പറയുന്നൊരു സ്ക്വയറിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് അലാത്തു മൂവി എന്നും പറഞ്ഞുകൊണ്ട്. അലാത്തു ഇവിടുത്തെ ഒരു തിയേറ്ററാണ്, കേട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ ഉള്ള ഒരു തിയേറ്റർ. ഇവിടെ ഹിന്ദിപ്പടമൊക്കെ വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ വരുമായിരിക്കും. ഇതിപ്പം റഷ്യൻ, അതേപോലെ കസാക്ക്, ഉസ്ബെക്ക് പടങ്ങളൊക്കെ. ഇത് കണ്ടിട്ട് ഇത് ഹിന്ദിയാണോ? എന്തോ ഇത് എഴുതിയിരിക്കുന്നേ? ഇത് കണ്ടിട്ട് ആ പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു കട്ടൊക്കെ ഇല്ലേ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഇത് മറ്റേ മൂവി ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇതുണ്ടല്ലേ? ടിക്കറ്റ് എടുക്കുന്നതല്ല, ഇവിടെ ഒരു പല ഷോ ഉണ്ട്. മൾട്ടിപ്ലെക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രി 9 മണി 10 മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോയുടെയൊക്കെ ഇതൊക്കെ സെയിം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അല്ലേ? സെയിം പരിപാടിയേ. അത് കൊള്ളാം, പൊളിച്ച്. അപ്പോൾ നമുക്ക് അലാത്തു സ്ക്വയറിലേക്ക് നടക്കാം. ഈ ഒരു ഭാഗത്തൂടെ വളരെ വീതിയുള്ള റോഡുകളും മറ്റും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ സിറ്റി പ്ലാനിങ് ഒക്കെ പ്രോപ്പറാണ്. സിറ്റിയൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വീക്കായിരിക്കും. അലാത്തു സിനിമയുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത്, കണ്ടല്ലേ? മൾട്ടിപ്ലെക്സ്. കൊള്ളാമല്ലോ. മറ്റേ അരിവാൾ ചുറ്റുകയും മറ്റു സംഭവങ്ങളൊക്കെ
അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു ഐക്കോണിക് തിയേറ്ററാണ് കേട്ടോ, അലാത്തു സിനിമ എന്നും പറഞ്ഞുകൊണ്ട്. നൈസേ. ആഹാ, ട്രെയിനൊക്കെ ഉണ്ടല്ലോ റൗണ്ട് അടിക്കാനായിട്ട്, ചെറിയ ബഗ്ഗി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും സ്റ്റാച്യൂസാണ്, മൊത്തം പ്രതിമകളാണ്. അവിടെ നമുക്ക് കിർഗിസ്ഥാൻ്റെ ഒരു പതാക, അവിടെ ഇങ്ങനെ വലിയൊരു പതാക കാണാം. ആ കാണുന്നതാണ് അലാത്തു സ്ക്വയർ. ഈ ഒരു അലാത്തു സ്ക്വയറിന് കുറേ ചരിത്രമുണ്ട്. ഇതൊക്കെ ഈ USSRൻ്റെ കാലഘട്ടത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചരിത്രമാണ് ഇവിടെ മൊത്തം പറയാനുള്ളത്. ഇത് ഒരു പുതിയ ബിൽഡിംഗ് ആണ്, അലാത്തു സ്ക്വയറിൻ്റെ ആ ഒരു ഭാഗത്തുള്ളൊരു പുതിയ ബിൽഡിങ്. ഈ അലാത്തു സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ശരിക്കും 1984 അതായത് ഈ കിർഗിസ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ 60ാമത്തെ ആനിവേഴ്സറി ആയിട്ട് നിർമ്മിച്ച ഒരു സ്ക്വയറാണ് അലാത്തു സ്ക്വയർ. അന്ന് ഇവിടെ മെയിനായിട്ട്, ഇവിടുത്തെ സ്ക്വയറിൻ്റെ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത് ലെനിൻ്റെ ഒരു പ്രതിമയായിരുന്നു. ലെനിൻ നമുക്കെല്ലാവർക്കും അറിയാം, ലെനിൻ്റെ പ്രതിമയായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. പിന്നീട് 1991 കിർഗിസ്ഥാനിന് USSRൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് അവർ ഈ ഒരു സ്ക്വയറിനെ, ആ ഒരു സ്ക്വയറിലുണ്ടായിരുന്ന ലെനിൻ്റെ ആ ഒരു പ്രതിമ എടുത്ത് മാറ്റി അതിനുശേഷം പിന്നീട് വേറൊരു പ്രതിമ വയ്ക്കുകയും പിന്നീട് മനാസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേര് മനാസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. മനാസ് എന്ന് പറയുന്നത് ഒരു പോയം, അതൊരു സംഭവമാണ് പറയുന്നത്, ഇവരുടെ ഒരു പോരാളിയായിട്ട് കണക്കാക്കുന്ന ഒരു ഐക്കോണിക് സംഭവമാണ് മനാസ് എന്ന് പറയുന്നത്. ആ മനാസിൻ്റെ പ്രതിമ പിന്നീട് ഇവിടെ സ്ഥാപിച്ചു. ഈ മനാസ് എന്ന് പറയുന്നത് 10th സെഞ്ച്വറിയിലെ ഇവരുടെ ഒരു ലെജൻഡറി ഹീറോ ആണ്. കിർഗിസ് പീപ്പിളിൻ്റെ നാഷണലിസത്തിൻ്റെ ഒരു സിമ്പലാണ് മനാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മനാസിൻ്റെ സ്റ്റാച്ചു ആണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ ഒരു മോടി പിടിപ്പിക്കുന്നതിനുമായിട്ട് എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ദിസ് എ ബിഗ് സ്ക്വയർ. അതായത് ഇവിടെ പണ്ട് മുതലേ പ്രൊട്ടസ്റ്റുകളും ബാക്കിയുള്ള ഓരോരോ ഇവൻറ്റുകളും അങ്ങനെയുള്ള പല പരിപാടികളും നടന്നുകൊണ്ടിരുന്ന, അല്ലെ ഇപ്പോഴും നടക്കുന്ന ഒരു സ്ക്വയറാണ് ഈ കാണുന്ന, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അലാത്തു സ്ക്വയർ എന്ന് പറയുന്നത്. ഈ മനാസ് സ്റ്റാച്ചുവിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഈ കാണുന്നത് ഒരു സ്റ്റേറ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ്. ആസ് യൂഷ്വൽ ഞാൻ പൊതുവെ മ്യൂസിയത്തിൻ്റെ ഒരാളല്ല, ഞാൻ മ്യൂസിയങ്ങളിൽ കയറാറുമില്ല, വളരെ അപൂർവമായിട്ട് ഞാൻ മാത്രം മ്യൂസിയങ്ങളിൽ കയറാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന ഈ ഒരു ലെനിൻ്റെ സ്റ്റാച്ചു USSR കഴിഞ്ഞ് കിർഗിസ്ഥാൻ വന്നതോടുകൂടി ഇതിനടുത്ത് കളഞ്ഞില്ല കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ പുറകുവശത്തേക്കായിട്ട് മാറ്റിവെച്ചവർ. ഞാനേ ഇവിടുത്തെ ആളുകളെയൊക്കെ ശ്രദ്ധിച്ചു. സാധാരണ നമ്മൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ ആളുകളല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ചിങ്കി ലുക്ക്, അതായത് ഒരു ചൈനീസ് ലുക്കൊക്കെ പല ആളുകൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണുകളിലും മറ്റുമൊക്കെ ആയിട്ട്. അതായത് അഫ്ഗാനികൾ വ്യത്യസ്തമുണ്ടല്ലോ. ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന രാജ്യമാണ്. ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത് ബോർഡർ പങ്കിടുന്നത് ചൈനയുമായിട്ടാണ്. നമ്മൾ ചൈനയിൽ കാരക്കോറം ഹൈവേയിൽ കാരക്കുല്ലേക്ക് പോയില്ലേ, ആ കാരക്കുല്ലേക്കിൻ്റെ മറ്റൊരു ഭാഗം ഇവിടെ കിർഗിസ്ഥാനിലുണ്ട്, തൊട്ടപ്പുറത്തായിട്ട്. ഇവിടെ നിന്ന് പക്ഷേ കുറേ ദൂരം പോകണം ആ കാരക്കുല്ലേക്കിൻ്റെ ആ ഒരു ഭാഗത്ത് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ അറ്റം വരെ നമ്മൾ വന്നിരുന്നു. അപ്പോൾ ഒരു ചൈനീസ് ടച്ച് ഇവിടുത്തെ പല ആളുകൾക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റഷ്യൻ, ചൈനീസ് ഇതൊക്കെ ചേർത്തൊരു മിക്സായിട്ടുള്ള ഒരു എത്നിസിറ്റിയാണ് ഇവർക്കെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വീണ്ടും സോറി. ആ മ്യൂസിയം ബിൽഡിംഗ് ഉണ്ടോ, അടിപൊളി ഒരു ബിൽഡിംഗ്. അതിന് മുമ്പിൽ കിർഗിസ്ഥാൻ്റെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നു. പിന്നെ ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, കസാക്കിസ്ഥാൻ പോലെ തന്നെ. ഇവർക്ക് ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബോർഡർ ഉള്ളത്. പിന്നെ കസാക്കിസ്ഥാൻ, അതേപോലെ തന്നെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് ഇവർക്ക് ബോർഡർ ഉള്ളത്. നമ്മളിനി തജിക്കിസ്ഥാനിലേക്ക് പോകുമ്പോഴത്തേക്കിനും തജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട്. അവിടെയാണ് പാമീർ ഹൈവേ ഒക്കെ വരുന്നത്. ആ ഭാഗത്തേക്ക് പോയി വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ അതിനൊരു പ്രത്യേക ഒരു പെർമിറ്റ് എടുക്കണം. ആ പെർമിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ നമ്മുടെ വ്ളാഡിമർ ലെനിൻ്റെ പ്രതിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വ്ളാഡിമർ ലെനിൻ അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. USSR തകർന്നു എന്നുണ്ടെങ്കിലും ലെനിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസും ഇവരുടെ കാര്യങ്ങളും അതൊക്കെ ഇപ്പോഴും പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ലെനിനെ അങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ ആരും ലെനിനെ ഒരിക്കലും തള്ളിപ്പറയില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റഷ്യൻ ഭാഷ എല്ലാവരും അല്ല, ഭൂരിഭാഗം ആളുകളും റഷ്യൻ ഭാഷയൊക്കെ സംസാരിക്കും. ഇവർക്ക് ആ ഒരു റഷ്യൻ കൾച്ചറുണ്ട്. കിർഗിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ബിഷ്കെക്കിൻ്റെ അലാത്തു സ്ക്വയറിൽ എൻ്റെ പുറകിൽ ഹേ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ആരാന്നറിയോ? ലെനിൻ. യെസ്, വ്ളാഡിമർ ലെനിൻ്റെ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന പോലെ ഒന്ന് നിൽക്കാൻ വേണ്ടി ഞാനും വന്നതാണ്. അടിപൊളിയല്ലേ ഇങ്ങനെ നിൽക്കുന്നേ? പക്ഷെ മുഖത്ത് ഭയങ്കര രൗദ്രഭാവമല്ലേ ഇങ്ങനെ അല്ലേ? എനിക്ക് രൗദ്രഭാവം ഇടാൻ അറിയില്ല ഗൈസ്.
നമ്മളെവിടെ പോയാലും ഇന്ത്യൻ ക്വസ്റ്റ്യൻ കാണും. ഇവിടെ കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ വന്നപ്പോഴും ദ ഇന്ത്യൻ ക്വസ്റ്റ്യൻ, ഹോസ്റ്റ് ഇന്ത്യൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൽ ജസ്റ്റ് 200 meters മാറിയാണ് ഈ റെസ്റ്റോറൻറ്റ്. കേട്ടോ നോക്കിയേ, അടിപൊളിയല്ലേ? എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ ആംബിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. അപ്പോൾ എൻ്റെ ലച്ച പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ ടിക്ക മസാലയും ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ട, നല്ല ഹിന്ദി പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കഴിച്ചു വേണമെങ്കിൽ നല്ലതാണ്. അടിപൊളി. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഹോസ്റ്റ് ഇന്ത്യൻ ക്വിസീൻ. ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ കിർഗിസ്ഥാൻ ബിഷ്കെക്ക് നമ്മൾ വന്നു. എനിക്ക് ആക്ച്വലി കിർഗിസ്ഥാൻ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരാം. കാരണം ഈ ട്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ, വി ഹാവ് ടു കീപ്പ് ഓൺ മൂവിങ്. അതുമാത്രമല്ല, സജാദ് അവിടെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് പാവം. അപ്പോൾ നാളെ എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ നാളെ നമ്മൾ കിർഗിസ്ഥാനിൽ നിന്ന് ഇറങ്ങി കസാക്കിസ്ഥാനിൽ കയറി ഉസ്ബെക്കിസ്ഥാനിൽ കയറി. അതായത് 3 രാജ്യങ്ങൾ ഒരുമിച്ചുള്ള ബോർഡർ ക്രോസിങ് ഒറ്റ ദിവസം. അത് സിമ്പിളാണ്, അടുത്തടുത്താണല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് നാളത്തെ പരിപാടി. See you guys, stay tuned, bye bye.